ലോക തുറമുഖ ഭൂപടത്തിൽ കേരളക്കരയുടെ അഭിമാനമായി മാറിയ വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖത്തിന് പറയാനുള്ളത് പുതുതലമുറയ്ക്ക് അത്ര പരിചിതമല്ലാത്ത ഒരു പൗരാണിക നാവിക ചരിത്രം കൂടിയാണ്. 12ാം നൂറ്റാണ്ടിന് മുമ്പ് വരെ ലോക നാവിക ഭൂപടത്തിലെ ഒഴിവാക്കാനാവാത്ത സാന്നിധ്യത്തിൻ്റെ ചരിത്രം കൂടിയാണ് വിഴിഞ്ഞത്തിൻ്റെത്. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് സമ്പത്തും സമൃദ്ധിയും കടൽ കടന്ന് മലയാളക്കരയിലേക്ക് എത്തിയത് ഇതേ വിഴിഞ്ഞം തുറമുഖത്തേക്കാണ്. വിഴിഞ്ഞം ഉൾപ്പെട്ട ഇന്നത്തെ തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, കന്യാകുമാരി ജില്ലകളിൽ 8ാം നൂറ്റാണ്ടിൽ ആയി രാജവംശമായിരുന്നു പ്രബല ശക്തി. തെങ്കാശയ്ക്ക് സമീപമുള്ള ആയിക്കോടിയിൽ നിന്നും പാണ്ഡ്യന്മാരുടെയും ചോളന്മാരുടെയും ആക്രമണം കൊണ്ട് പൊറുതിമുട്ടിയാണ് ആയി രാജവംശം വിഴിഞ്ഞത്തേക്ക് തലസ്ഥാനം മാറ്റിയത്. തിരുവനന്തപുരത്തിന്റെ പശ്ചിമഘട്ട മലനിരകളിൽ സമൃദ്ധമായി വിളഞ്ഞിരുന്ന കുരുമുളക് ഉൾപ്പെടെയുള്ള സുഗന്ധവ്യഞ്ജനങ്ങളുടെ കയറ്റുമതി കേന്ദ്രമായി ഇതോടെ വിഴിഞ്ഞം മാറാൻ തുടങ്ങി. 18ാം നൂറ്റാണ്ട് വരെ ലോകത്ത് മറ്റൊരിടത്തും കുരുമുളക് കൃഷിയില്ലായിരുന്നുവെന്ന് ചരിത്രകാരന്മാർ പറയുന്നു. പശ്ചിമഘട്ടത്തിൽ നിന്നും വിഴിഞ്ഞത്തേക്ക് ജലപാത വഴി എത്തിക്കുന്ന സുഗന്ധവ്യഞ്ജനങ്ങളുമായി വിഴിഞ്ഞത്ത് നിന്നും അക്കാലത്തെ വൻ കപ്പലുകൾ ലോകത്തിന്റെ നാനാഭാഗങ്ങളിലേക്ക് പുറപ്പെട്ടു. സാമ്പത്തിക അഭിവൃദ്ധിയിലേക്ക് കുതിക്കുന്ന ആയി രാജവംശത്തെ തകർക്കാൻ വിഴിഞ്ഞത്തേക്ക് AD 6 മുതൽ പാണ്ഡ്യന്മാർ പട നയിക്കാൻ ആരംഭിച്ചു. സൈനിക പരിശീലനവും ആയുധ നിർമ്മാണവും തുടങ്ങിയതോടെ പാണ്ഡ്യന്മാരെ ചെറുക്കാനുള്ള ശേഷി വിഴിഞ്ഞം കൈവരിച്ചു. 3 വശവും വെള്ളത്താൽ ചുറ്റപ്പെട്ട കോട്ട തീർത്തായിരുന്നു അക്കാലത്ത് വിഴിഞ്ഞത്തെ ആയി രാജാക്കന്മാർ സംരക്ഷിച്ചത്. ഇതോടെ വിഴിഞ്ഞം ആക്രമിച്ച് കീഴടക്കാനുള്ള പാണ്ഡ്യന്മാരുടെ ശ്രമങ്ങൾ ലക്ഷ്യം തെറ്റി. പതിയെ പാണ്ഡ്യന്മാർ ക്ഷയിക്കുകയും ചോളന്മാർ പ്രബല ശക്തികളായി മാറാൻ തുടങ്ങുകയും ചെയ്തു. ഇതിനിടെ ആയി രാജവംശം മറ്റ് നാട്ടുരാജ്യങ്ങൾ കൂടിച്ചേർന്ന് ചേര രാജവംശമായി പരിണമിച്ചു. AD 8ാം നൂറ്റാണ്ടിൽ ചേര രാജാവ് വിക്രമാദിത്യ വരഗുണന്റെ ഭരണകാലത്താണ് ചോളന്മാർ പുരാതന വിഴിഞ്ഞത്തെ വിസ്മൃതയാക്കിയ സൈനിക മുന്നേറ്റം നടത്തുന്നത്. കാലക്രമത്തിൽ പശ്ചിമഘട്ടത്തെയും വിഴിഞ്ഞത്തെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ജലപാത പലയിടത്തും വറ്റി വരളാൻ തുടങ്ങിയതോടെ വാണിജ്യ തുറമുഖമെന്ന നിലയിൽ വിഴിഞ്ഞം ക്ഷയിക്കാൻ തുടങ്ങി. 12ാം നൂറ്റാണ്ടിന് ശേഷം വിഴിഞ്ഞത്തിന് പഴയ പ്രതാപം വീണ്ടെടുക്കാനായില്ല. കേരള ചരിത്രത്തിൽ എല്ലാ കാലത്തും നിർണായക കേന്ദ്രമായിരുന്നു വിഴിഞ്ഞം. പുരോഗതിയുടെ അനന്ത സാധ്യതകളിലേക്ക് വിഴിഞ്ഞം മിഴി തുറക്കുമ്പോൾ കേരളത്തിന്റെ സാമൂഹിക സാമ്പത്തിക ചരിത്രം കൂടിയാണ് ആവർത്തിക്കപ്പെടുന്നത്. 2ാം ലോകമഹായുദ്ധകാലത്ത്, കൃത്യമായി പറഞ്ഞാൽ 1940കളുടെ തുടക്കത്തിൽ തിരുവിതാംകൂർ രാജകുടുംബമാണ് തുറമുഖം എന്ന സ്വപ്നം വീണ്ടും പൊടിതട്ടിയെടുത്തത്. 1944 ഇതിനായി ഇംഗ്ലണ്ടിൽ നിന്ന് പ്രഗത്ഭനായ ഒരു ഹൈഡ്രോഗ്രാഫറെ കേരളത്തിലേക്ക് വരുത്തി. വിഴിഞ്ഞം മുതൽ അന്ധകാരനാടി വരെയുള്ള കടൽ ഭാഗം ഇംഗ്ലണ്ടിൽ നിന്നെത്തിയ ഹൈഡ്രോഗ്രാഫർ വിശദമായി പരിശോധിച്ചു. പിന്നെ തുറമുഖം നിർമ്മിക്കാൻ അനുയോജ്യമായ സ്ഥലം വിഴിഞ്ഞം തന്നെയെന്നുറപ്പിച്ച് രാജകുടുംബത്തിന് പഠന റിപ്പോർട്ട് കൈമാറി. 1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചതോടെ തുറമുഖത്തിനായുള്ള രാജകുടുംബത്തിന്റെ ഇടപെടലും തുടർ നടപടികളും നിലച്ചു. പിന്നീട് 1988 തിരയിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നതിനെ കുറിച്ച് പഠനം നടത്താനെത്തിയ IIT മദ്രാസിലെ ഒരു സംഘം PhD പ്രോജക്ട് റിപ്പോർട്ടിന് വേണ്ടി ഹൈഡ്രോഗ്രാഫിക് സർവേ മാപ്പ് തയ്യാറാക്കി. തുടർന്ന് ഈ സർവേ മാപ്പ് ഏഷ്യയിലെ ഏറ്റവും പ്രശസ്തനായ ഹൈഡ്രോളജിസ്റ്റ് ഡോക്ടർ രവീന്ദ്രന് വിശകലനത്തിനായി ലഭിച്ചതോടെയാണ് രാജ്യത്ത് മറ്റൊരിടത്തും അവകാശപ്പെടാനാവാത്ത പ്രകൃതിദത്ത ആഴം വിഴിഞ്ഞം തീരപ്രദേശത്തുണ്ടെന്ന് തിരിച്ചറിഞ്ഞത്. അതിന്റെ പിൻബലത്തിൽ 1991 തുറമുഖ വകുപ്പ് മന്ത്രിയായിരുന്ന MV രാഘവൻ വിഴിഞ്ഞം തുറമുഖത്തിന്റെ സാധ്യതാ പഠനത്തിന് മുൻകൈയെടുത്തു. പിന്നീട് കേരളം ഭരിച്ച നയനാർ സർക്കാരിന്റെ കാലത്തും AK ആന്റണി സർക്കാരിന്റെ കാലത്തുമെല്ലാം തുറമുഖവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ വീണ്ടും സജീവമായി. കടൽ ശോഷണവും മത്സ്യത്തൊഴിലാളികളുടെ എതിർപ്പും ഉയരാനിടയുണ്ടെന്ന ആശങ്കകൾ ഏറിയതോടെ വീണ്ടും അനിശ്ചിതമായ കാത്തിരിപ്പ്. ഒടുവിൽ 2015 ഓഗസ്റ്റ് 17 മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടിയാണ് പ്രതിഷേധങ്ങളുടെ വേലിയേറ്റങ്ങൾ വകവയ്ക്കാതെ വിഴിഞ്ഞം തുറമുഖ കരാറിൽ ഗുജറാത്ത് ആസ്ഥാനമായ അദാനി ഗ്രൂപ്പുമായി ഒപ്പുവെച്ചത്. 2015 ഡിസംബർ 5 വിഴിഞ്ഞം തുറമുഖത്തിന്റെ നിർമ്മാണം ആരംഭിച്ചത്. 1460 ദിവസം കൊണ്ട് നിർമ്മാണം
പൂർത്തിയാക്കുമെന്നായിരുന്നു അദാനി ഗ്രൂപ്പും സംസ്ഥാന സർക്കാരും തമ്മിലുള്ള കരാറിലെ പ്രധാന വ്യവസ്ഥ. പൊതു സ്വകാര്യ പങ്കാളിത്തത്തോടെ നടപ്പിലാക്കുന്ന ആദ്യ തുറമുഖ പദ്ധതി എന്ന ഖ്യാതിയോടെയാണ് നിർമ്മാണത്തിന് തുടക്കം കുറിച്ചത്. 7,700 കോടി രൂപ ചെലവിൽ ആദ്യഘട്ടം പൂർത്തിയാക്കുമ്പോൾ 1 ദശലക്ഷം TEU കണ്ടെയ്നർ കൈകാര്യം ചെയ്യുന്നതിനുള്ള ശേഷി തുറമുഖത്തിനുണ്ടാകുമെന്നായിരുന്നു കരാർ. കേരള സർക്കാരിന്റെ ഉടമസ്ഥതയിലുള്ളതും 40 വർഷത്തേക്ക് അദാനി ഗ്രൂപ്പിനാൽ നിയന്ത്രിക്കപ്പെടുന്നതുമാണ് വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖ പദ്ധതിയുടെ കരാർ. എന്നാൽ 2019 ഡിസംബർ 3 എന്ന സമയപരിധി പാലിക്കാൻ അദാനി ഗ്രൂപ്പിനായില്ല. സമയപരിധി ലംഘിച്ചാൽ ദിവസവും 12 ലക്ഷം രൂപ വീതം നഷ്ടപരിഹാരം നൽകണമെന്ന വ്യവസ്ഥ അനുസരിച്ച് സംസ്ഥാനം നോട്ടീസ് നൽകി. പക്ഷേ ഓഖി, പാറകൾ ലഭിക്കാത്തത് എന്നിവ ചൂണ്ടിക്കാട്ടിയ അദാനി ഗ്രൂപ്പ് നിയമ വഴികളിലേക്ക് നീങ്ങുമെന്ന് വ്യക്തമാക്കിയതോടെ സർക്കാർ പിന്നാക്കം പോയി. തൊട്ടടുത്ത വർഷം കോവിഡ് മഹാമാരി ലോകം മുഴുവൻ പടർന്നു പിടിച്ചതോടെ തുറമുഖ നിർമ്മാണവും അനിശ്ചിതത്വത്തിലായി. 2 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് പുലിമുട്ട് നിർമ്മാണത്തിനടക്കം വീണ്ടും ജീവൻ വെച്ചത്. പിന്നാലെ തുറമുഖ നിർമ്മാണം മൂലമുണ്ടാകുന്ന തീരശോഷണത്തിന് പരിഹാരം കാണണമെന്ന ആവശ്യവുമായി തുറമുഖ വിരുദ്ധ സമരസമിതി 2022 ജൂലൈ 20 സമരം തുടങ്ങി. ആദ്യം സെക്രട്ടേറിയറ്റ് പടിക്കൽ തുടങ്ങിയ സമരം പിന്നീട് ഓഗസ്റ്റ് 16 തുറമുഖ കവാടത്തിലേക്ക് മാറ്റി. ഏഴ് ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു സമരം. സമരസമിതിയുടെ ഭൂരിഭാഗം ആവശ്യങ്ങളോടും സർക്കാർ അനുകൂല നിലപാട് സ്വീകരിച്ചെങ്കിലും തുറമുഖ നിർമ്മാണം നിർത്തിവെക്കണമെന്ന ആവശ്യം അംഗീകരിക്കാനാവില്ലെന്ന് വ്യക്തമാക്കിയതോടെ രംഗം കലുഷിതമായി. 2 മാസത്തിലേറെ സംയമനം തുടർന്ന പോലീസ് ഒടുവിൽ ഗത്യന്തരമില്ലാതെ സമരക്കാരെ അടിച്ചമർത്തി. വിഴിഞ്ഞം തുറമുഖം യാഥാർത്ഥ്യമാകുന്നതോടെ തിരിച്ചടി നേരിടേണ്ടി വരുന്ന വിദേശ ലോബികൾക്ക് തുറമുഖ വിരുദ്ധ സമരങ്ങളിൽ പങ്കുണ്ടെന്ന ഇന്റലിജൻസ് റിപ്പോർട്ട് വൻ വിവാദങ്ങൾക്കാണ് തിരികൊളുത്തിയത്. വിഴിഞ്ഞം പോലീസ് സ്റ്റേഷൻ അടിച്ചു തകർത്ത അക്രമ സംഭവങ്ങൾക്ക് പിന്നാലെ മുഖ്യമന്ത്രി പിണറായി വിജയനുമായി സമരസമിതി നടത്തിയ കൂടിക്കാഴ്ചയുടെ അടിസ്ഥാനത്തിലാണ് 138 ദിവസം നീണ്ട സമരം 2022 ഡിസംബർ 7 പിൻവലിക്കാൻ ധാരണയായത്. സമരം ചെയ്യുന്നവർ ഉന്നയിക്കുന്ന ആവശ്യങ്ങൾ മാത്രമല്ല, പ്രാദേശികമായി മറ്റാശങ്കകളും പ്രശ്നങ്ങളും ഉണ്ടെങ്കിൽ അവയും പരിഗണിക്കുമെന്നുള്ളത് തന്നെയാണ് സർക്കാരിന്റെ നിലപാട്. നല്ല സംയമനത്തോടെയാണ് ഈ സമരത്തെ സർക്കാരും പോലീസും കൈകാര്യം ചെയ്യുന്നത്. ഒരു തരത്തിലും മത്സ്യത്തൊഴിലാളി മേഖലയിൽ സംഘർഷം ഉണ്ടാകരുത് എന്ന് സർക്കാരിന് നിർബന്ധമുണ്ട്. എന്നാൽ ഏതു വിധേനയും സംഘർഷം ഉണ്ടാക്കണമെന്ന രീതിയിൽ നടന്ന പ്രവർത്തനങ്ങളെ കാണാതിരിക്കാൻ പറ്റില്ല. ചിലരുടെ പ്രവർത്തനം സതുദ്ദേശത്തോടെയല്ല എന്നും ചിലർക്കെങ്കിലും സങ്കുചിതമായ ലക്ഷ്യങ്ങളുണ്ടായിരുന്നു എന്നതും നാം കാണേണ്ടതായിട്ടുണ്ട്. ഇത് നാടിനെയും ഇവിടുത്തെ ജനങ്ങളെയാകെയും ബാധിക്കുന്നൊരു വിഷയമാണ്. കഴിഞ്ഞ ദിവസം പോലീസ് കാണിച്ച സംയമനവും ക്ഷമയും അതൊരു മാതൃക തന്നെയാണ്. വലിയ രൂപത്തിൽ എത്രയോ ദിവസം നീണ്ടുനിന്ന് പോലീസ് അവസാനം എത്രയോ സമയത്തതയോടെയും സഹിഷ്ണുതയോടെയും സംയമനത്തോടെയും സംസ്ഥാന ഗവൺമെൻറ് സമീപിച്ചതിൻ്റെ ഫലമായിട്ടാണ് ആ ഇരമ്പിയാർത്ത് വന്ന സമരം, രണ്ടാം വിമോചന സമരം, പല രാഷ്ട്രീയ പാർട്ടികളും അതിൻ്റെ പിന്നിൽ കൂടി അത് നിർത്തിവെക്കണമെന്ന് UDFൻ്റെ ഭാഗത്തു നിന്ന് ആവശ്യപ്പെട്ടു. ഇതെല്ലാം വന്നിട്ടും ഗവൺമെൻറ് അത് നിർത്തിവെക്കാതെ ഇച്ഛാശക്തിയോടുകൂടി, സഹിഷ്ണുതയോടുകൂടി, സംയമനത്തോടുകൂടി ആ സമരത്തെയൊക്കെ അതിജീവിച്ച് വീണ്ടും നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. ബഹുമാനപ്പെട്ട കോടതിയും ഈ കാലഘട്ടത്തിൽ നിർമ്മാണ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകാൻ അനുമതി തരികയാണുണ്ട്. വിഴിഞ്ഞം തുറമുഖ പദ്ധതിക്ക് കേന്ദ്രവിഹിതമായ 818.80 കോടി രൂപ വയബിലിറ്റി ഗ്യാപ് ഫണ്ട് ഇനത്തിൽ അനുവദിച്ചെങ്കിലും ഈ തുക പിന്നീട് തിരിച്ചടയ്ക്കണമെന്ന വ്യവസ്ഥ സംസ്ഥാന സർക്കാരിന് തിരിച്ചടിയായി. കേന്ദ്ര സർക്കാർ രാജ്യത്ത് 71 അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികൾക്കാണ് ഇതുവരെ വയബിലിറ്റി ഗ്യാപ് ഫണ്ട് സഹായം നൽകിയത്. വിഴിഞ്ഞം ഇന്റർനാഷണൽ സീപോർട്ട് പ്രോജക്റ്റിന് മാത്രമാണ് തുക കേന്ദ്രവുമായി പങ്കിടണമെന്ന അധിക നിബന്ധന ഏർപ്പെടുത്തിയിട്ടുള്ളത്. രാജ്യാന്തര തുറമുഖത്തിന് വേണ്ട മാനദണ്ഡങ്ങളായ
അന്താരാഷ്ട്ര കപ്പൽപാതയുടെ സാമീപ്യവും തീരത്ത് നിന്ന് 1 നോട്ടിക്കൽ മൈൽ അകലം വരെ 24 മീറ്റർ സ്വാഭാവിക ആഴം തുടങ്ങിയവയെല്ലാം നിർദ്ദിഷ്ട തുറമുഖത്തിന്റെ സവിശേഷതകളാണ്. ദിവസവും 250 കപ്പലുകൾ കടന്നുപോകുന്ന രാജ്യാന്തര കപ്പൽച്ചാലിനോട് 10 നോട്ടിക്കൽ മൈൽ മാത്രമാണ് വിഴിഞ്ഞം തുറമുഖത്തു നിന്നുള്ള അകലം. ഈ ദൂരം തന്നെയാണ് വിഴിഞ്ഞത്തിന്റെ പ്ലസ് പോയിന്റ്. കേരളത്തിലെ പ്രധാന തുറമുഖമായ കൊച്ചിക്ക് പോലും ഈ മുൻതൂക്കമില്ല. ഇന്ത്യൻ തീരപ്രദേശത്തിന്റെ തെക്കേ അറ്റത്തിനടുത്തുള്ള തുറമുഖത്തിന്റെ സ്ഥാനം കിഴക്ക് പടിഞ്ഞാറൻ തീരങ്ങളിലെ മറ്റ് വിവിധ ഇന്ത്യൻ തുറമുഖങ്ങളിലേക്ക് പ്രവേശനവും സാധ്യമാക്കുന്നു. ആദ്യഘട്ടത്തിൽ 63 ഹെക്ടർ ഭൂമിയാണ് വിഴിഞ്ഞം തുറമുഖത്തിന്റെ നിർമ്മാണത്തിനായി കടൽ നികത്തിയെടുത്തത്. തുറമുഖത്തിന്റെ യാർഡ് നിലനിൽക്കുന്നത് നികത്തിയെടുത്ത ഈ ഭൂമിയിലാണ്. നിലവിൽ 3.9 കിലോമീറ്റർ നീളത്തിലാണ് വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖത്തിന്റെ പുലിമുട്ട് നിർമ്മിച്ചിരിക്കുന്നത്. തുറമുഖത്തിന്റെ ബ്രേക്ക് വാട്ടറിന് ജലനിരപ്പിന് മുകളിൽ 7.5 മീറ്റർ ഉയരവും താഴെ 22 മീറ്റർ വരെ നീളവുമുണ്ട്. ബ്രേക്ക് വാട്ടറിന്റെ നിലവിലെ നീളം 3.9 കിലോമീറ്ററാണ്. അവസാന ഘട്ടത്തിൽ ഇത് 4.5 കിലോമീറ്ററായി വികസിപ്പിക്കും. രാജ്യത്തെ ഏറ്റവും ആഴമേറിയ ട്രാൻസ്ഷിപ്മെന്റ് തുറമുഖമായ വിഴിഞ്ഞത്ത് മദർഷിപ്പുകളെ അടുപ്പിക്കാൻ കഴിയുന്നതിനാലാണ് മദർ പോർട്ട് എന്നും ഇത് അറിയപ്പെടുന്നത്. 20,000 മുതൽ 25,000 വരെ കണ്ടെയ്നറുകൾ വഹിക്കാവുന്ന കൂറ്റൻ കപ്പലുകളാണ് മദർഷിപ്പുകൾ. ഇവയ്ക്ക് 350 മുതൽ 450 മീറ്റർ വരെ നീളമുണ്ടാവും. ബഹുനില കെട്ടിടങ്ങളുടെ ഉയരമുള്ള ഇത്തരം കപ്പലുകളുടെ അടിഭാഗം കടലിനടിയിൽ 16 മുതൽ 20 മീറ്റർ താഴ്ചയിലാവും കാണപ്പെടുക. കൂടുതൽ ആഴമുള്ള പോർട്ടുകളിലാണ് ഇത്തരം കപ്പലുകൾ അടുക്കുന്നത്. വിഴിഞ്ഞം തുറമുഖത്തിന് പ്രകൃതിദത്തമായി തന്നെ 20 മുതൽ 24 മീറ്റർ വരെ ആഴമുള്ളതിനാൽ ഇത്തരം കപ്പലുകൾ അനായാസമായി അടുപ്പിക്കാനാവും. ഈ കപ്പലുകളെ അടുപ്പിക്കാവുന്ന പോർട്ടായതിനാലാണ് മദർ പോർട്ട് അഥവാ ട്രാൻസ്ഷിപ്മെന്റ് പോർട്ട് എന്നറിയപ്പെടുന്നത്. ടൂറിസം രംഗത്തും വൻതോതിലുള്ള വികസനം കൊണ്ടുവരാൻ വിഴിഞ്ഞത്തിനാവുമെന്ന് സർക്കാർ കണക്ക് കൂട്ടുന്നതും ഇതുകൊണ്ട് തന്നെ. ആദ്യഘട്ടം പൂർത്തിയാകുന്നതിന് മുന്നോടിയായി ചൈനയിൽ നിന്നുള്ള ആദ്യത്തെ ജനറൽ കാർഗോ കപ്പൽ 2023 ഒക്ടോബർ 12 വിഴിഞ്ഞം തുറമുഖത്തെത്തി. തുറമുഖത്ത് സ്ഥാപിക്കുന്നതിനുള്ള അത്യാധുനിക ക്രെയിനുകളുമായി ആയിരുന്നു ഷെൻഹുവ 15 വിഴിഞ്ഞം തീരത്ത് നങ്കൂരമിട്ടത്. 2024 ജൂലൈ 11 തുറമുഖം അതിന്റെ ആദ്യ മാതൃഷിപ്പായ സാൻ ഫെർണാണ്ടോ എന്ന കണ്ടെയ്നർ കാരിയറിനെ സ്വാഗതം ചെയ്തു. ആഴ്ചകൾക്ക് മുമ്പ് 4 ഫുട്ബോൾ ഗ്രൗണ്ടിന്റെ വലിപ്പമുള്ള 24,346 കണ്ടെയ്നറുകൾ വഹിക്കാൻ ശേഷിയുള്ള പടുകൂറ്റൻ കപ്പലായ MSC തുർക്കി വിഴിഞ്ഞത്ത് നങ്കൂരമിട്ടതോടെ രാജ്യത്തിന്റെ തുറമുഖ ചരിത്രത്തിൽ തന്നെ അത് നിർണായക ഏടായി മാറി. ഇന്നേ വരെയുള്ള ബിസിനസ് അടിസ്ഥാനത്തിൽ നടന്നിട്ടുള്ള ഷിപ്പ് വന്നു പോകൽ ഉൾപ്പെടെ എടുത്തപ്പോൾ ഇപ്പോൾ 285 ഷിപ്പുകൾ വന്നു കഴിഞ്ഞിരിക്കുന്നു. 285 ഷിപ്പുകൾ വരുമ്പോൾ അതിൽ 5,93,000 TEU കണ്ടെയ്നറുകൾ കൈകാര്യം ചെയ്യാൻ കഴിഞ്ഞിരിക്കുന്നു എന്നത് അഭിമാനകരമായ ഒരു മുഹൂർത്തമാണ്. അത് നമ്മൾ പ്രതീക്ഷിച്ചതിൽ കൂടുതലുള്ള മുന്നേറ്റമാണ്. ഫെബ്രുവരി മാസത്തിലും മാർച്ച് മാസത്തിലും വന്ന ഷിപ്പുകളുടെയും കണ്ടെയ്നറുകളെയും കൈകാര്യം ചെയ്യുമ്പോൾ നമ്മുടെ രാജ്യത്തിലെ നമ്പർ 1 തുറമുഖമായി കണക്കുകൾ മാറിക്കഴിഞ്ഞു. ഒപ്പം ഈ വന്ന ഷിപ്പുകളിൽ സാൻ ഫെർണാണ്ടോ എന്ന കപ്പലായിരുന്നു ആദ്യം വന്നത്. ആ കപ്പൽ മുതൽ ഏറ്റവും കൂറ്റൻ കപ്പൽ അവസാനം വന്നത് MSCയുടെ ടർക്കിയാണ്. 399.99 മീറ്റർ നീളവും 62.4 മീറ്റർ വീതിയുമുള്ള കൂറ്റൻ കപ്പലാണ് വന്നെടുത്തത്. ആ ഷിപ്പ് വന്നിട്ട് പോലും ഇവിടെ അടുക്കുന്നതിന് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടായില്ലെന്ന് മാത്രമല്ല 800 മീറ്റർ ബർത്താണ് നമുക്കുള്ളത്. അതേസമയത്ത് തന്നെ 2 ഷിപ്പുകൾക്ക് വന്നു കിടന്ന് ഒരേ സമയം ആ കണ്ടെയ്നർ കൈകാര്യം ചെയ്യാൻ കഴിയുന്ന രൂപത്തിലേക്ക് അത് മാറിത്തീർന്നിരിക്കുന്നു. അപ്പോൾ ഏറ്റവും വലിയ ഈ കൂറ്റൻ കപ്പലിവിടെ വന്നപ്പോൾ നമ്മൾ മനസ്സിലാക്കിയത് ഇതുവരെ കൊളംബോയിലോ ദുബൈയിലോ പോലും വരാത്ത MSCയുടെ ഷിപ്പ് ഇവിടെ വന്നു എന്നത് ഈ തുറമുഖത്തിൻ്റെ പ്രകൃതിദത്തമായ സൗന്ദര്യവും സൗകര്യവും നമുക്കേറെ പ്രയോജനകരമായി മാറി. അത് പൊതുവെ MSC പോലുള്ള ഷിപ്പിംഗ് കമ്പനികൾ അംഗീകരിക്കപ്പെട്ടു എന്നുള്ളതാണ്.
2028 ദക്ഷിണേന്ത്യയിലെ തന്നെ ഏറ്റവും കൂടുതൽ സ്ഥാപിത ശേഷിയുള്ള കണ്ടെയ്നർ ടെർമിനലായി വിഴിഞ്ഞം മാറുമെന്നാണ് വിലയിരുത്തൽ. വിഴിഞ്ഞം തുറമുഖത്തിന്റെ 2-3 ഘട്ട വികസന പ്രവർത്തനങ്ങളുടെ ഭാഗമായി 77.17 ഹെക്ടർ സ്ഥലം കടൽ നികത്തിയായിരിക്കും കണ്ടെത്തുക. ഇതോടെ 2-3 ഘട്ടത്തിൽ തുറമുഖ വികസനത്തിനായി സ്വകാര്യ ഭൂമി ഏറ്റെടുക്കേണ്ട സാഹചര്യം പൂർണ്ണമായും ഒഴിവാകും. ഡ്രഡ്ജ് ചെയ്തായിരിക്കും കടൽ നികത്തുന്നതിനുള്ള മണൽ കണ്ടെത്തുക. പദ്ധതി പ്രദേശത്ത് തന്നെ ഡ്രഡ്ജിംഗ് നടത്തി കടൽ പ്രദേശം കരയാക്കി മാറ്റും. യാർഡ് നിർമ്മാണത്തിന് കടൽ നികത്തി സ്ഥലം കണ്ടെത്തും. 2, 3, 4 ഘട്ടത്തിന് ആവശ്യമായി വരുന്ന ഭൂമി നമ്മൾ പുറമേ ഒന്നും ഏറ്റെടുക്കേണ്ടതില്ല. അത് ഇതുപോലെ തന്നെ ഇപ്പോൾ കടൽ ഡ്രഡ്ജ് ചെയ്ത് നമ്മൾ ഏറ്റെടുത്ത പോലെ തന്നെ 77.4 ഹെക്ടർ ഭൂമിയുടെ ഉണ്ടാക്കാൻ വേണ്ടി ആ കാര്യത്തിലും ധാരണയായിട്ടുണ്ട്. ഇങ്ങനെ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം നമുക്ക് 2028 എത്തുമ്പോഴേക്ക് അതിൻ്റെ പൂർണ്ണ അർത്ഥത്തിലും ലക്ഷ്യത്തിലും വ്യാപ്തിയിലും എത്തുമ്പോൾ നമ്മൾ ലക്ഷ്യമിടുന്നത് പ്രതിവർഷം 30 ലക്ഷം കണ്ടെയ്നർ കൈകാര്യം ചെയ്യാൻ കഴിയുമെന്നാണ്. പക്ഷേ ഇപ്പോൾ അതിൽ കണക്കുകളൊക്കെ പറയുന്നതനുസരിച്ച് വിദഗ്ധന്മാർ വരുന്നത് ഒരു 45 ലക്ഷം ആക്കാൻ കഴിയുമെന്നാണ്. നമ്മുടെ ലക്ഷ്യം ഇതായിരുന്നു, 30 ലക്ഷമായിരുന്നു. ഇപ്പോൾ കണ്ട നമ്മുടെ പ്രോഗ്രസ് അനുസരിച്ച് നമുക്ക് ഏതാണ്ട് 30 ലക്ഷം എന്നുള്ളത് 45 ലക്ഷത്തിലേക്ക് എത്താൻ കഴിയും. അടുത്ത ഘട്ടത്തിൽ നിലവിൽ ഉള്ളതിന്റെ 3 ഇരട്ടിയിലധികം സംഭരണ ശേഷിയാണ് തുറമുഖം ലക്ഷ്യമിടുന്നത്. വിഴിഞ്ഞം തുറമുഖത്തിന്റെ മിനിമം സ്ഥാപിത ശേഷി പ്രതിവർഷം 30 ലക്ഷം കണ്ടെയ്നറുകളാണ്. ഓട്ടോമേറ്റഡ് സംവിധാനങ്ങൾ ഉപയോഗിക്കുന്നത് വഴി തുറമുഖത്തിന്റെ ശേഷി പ്രതിവർഷം 45 ലക്ഷം വരെയായി ഉയർത്താൻ സാധിക്കും. ഡ്രഡ്ജ് ചെയ്യേണ്ട ഭാഗത്ത് കണ്ടൽക്കാടുകൾ ഇല്ലാത്തതിനാൽ പാരിസ്ഥിതിക പ്രശ്നങ്ങൾക്ക് സാധ്യതയില്ലെന്നാണ് പാരിസ്ഥിതിക അനുമതി നൽകിയ റിപ്പോർട്ടിലെ പരാമർശം. നിലവിലെ കണ്ടെയ്നർ ടെർമിനൽ 800 മീറ്റർ എന്നത് അടുത്ത ഘട്ടത്തിൽ 2000 മീറ്റർ എന്ന നിലയിൽ വികസിപ്പിക്കും. 1200 മീറ്റർ കൂടി അധികമായി വികസിപ്പിക്കുമ്പോൾ ലോകത്തെ നീളം കൂടിയ വിഭാഗത്തിലുള്ള 5 കപ്പലുകൾക്ക് ഒരേ സമയം വിഴിഞ്ഞത്ത് ബർത്ത് ചെയ്യാനാകും. കൂടാതെ നാവികസേന, കോസ്റ്റ് ഗാർഡ് തുടങ്ങിയ വിഭാഗങ്ങൾക്ക് കൂടി ഉപയോഗിക്കാവുന്ന തരത്തിലാവും അടുത്ത ഘട്ടത്തിലെ ബർത്ത് നിർമ്മാണം. 2-3 ഘട്ടം പ്രവർത്തന സജ്ജമാകുമ്പോൾ പ്രത്യക്ഷമായും പരോക്ഷമായും 2700 പേർക്ക് ജോലി ലഭിക്കുമെന്നാണ് വിലയിരുത്തുന്നത്. കേരളത്തിന്റെ കയറ്റുമതി ഇറക്കുമതി മേഖലയിൽ വലിയ കുതിപ്പ് ഈ 2 ഘട്ടം പൂർത്തിയാകുമ്പോൾ ഉണ്ടാകുമെന്ന് പാരിസ്ഥിതിക അനുമതി നൽകിയ കേന്ദ്ര സർക്കാരിന്റെ റിപ്പോർട്ടിൽ പറയുന്നു. തുറമുഖത്തിനോടനുബന്ധിച്ചുള്ള ക്രൂയിസ് ടെർമിനൽ കൂടി പ്രവർത്തന സജ്ജമാകുമ്പോൾ വിനോദസഞ്ചാര മേഖലയിലും വലിയ കുതിപ്പുണ്ടാകുമെന്നാണ് വിലയിരുത്തൽ. പദ്ധതി പൂർത്തിയാകുന്നതോടെ ഇതുവരെ കൊളംബോ തുറമുഖം കൈകാര്യം ചെയ്തിരുന്ന നല്ലൊരു ഭാഗം ഇന്ത്യൻ ട്രാൻസ്ഷിപ്മെന്റ് കാർഗോ വിഴിഞ്ഞത്തെത്തും. ഇന്ത്യയിലെ കയറ്റുമതിക്കാർക്കും ഇറക്കുമതിക്കാർക്കും നേട്ടമുണ്ടാകും. ദുബായ്, കൊളംബോ, സലാല, സിംഗപ്പൂർ തുടങ്ങിയ തുറമുഖങ്ങൾക്ക് പകരം വിഴിഞ്ഞം വഴി ട്രാൻസ്ഷിപ്മെന്റ് നടത്തുമ്പോൾ 1500 കോടിയോളം രൂപ വിദേശ നാണ്യം ലഭിക്കും. മാത്രമല്ല തലസ്ഥാന നഗരത്തിൽ നിരവധി പേർക്ക് അനുബന്ധ തൊഴിലവസരങ്ങളും ഉണ്ടാകും. പൂർണ്ണമായും കമ്മീഷൻ ചെയ്യുമ്പോൾ ദുബായ്, കൊളംബോ, സിംഗപ്പൂർ എന്നിവിടങ്ങളിൽ നിലവിൽ നടക്കുന്ന ഇന്ത്യയുടെ കണ്ടെയ്നർ ട്രാൻസ്ഷിപ്മെന്റ് ആവശ്യങ്ങളുടെ 50% നിറവേറ്റാനുള്ള ശേഷി തുറമുഖത്തിന് ഉണ്ടായിരിക്കുമെന്നാണ് പ്രതീക്ഷ. പദ്ധതിയുടെ ആദ്യഘട്ടത്തിന് 8,867 കോടി രൂപയും ശേഷിക്കുന്ന ഘട്ടങ്ങൾക്ക് 20,000 കോടി രൂപയും ചെലവ് വരും. തുറമുഖം പൂർണ്ണശേഷി കൈവരിക്കുന്നതോടെ നിർമ്മാണത്തിന്റെ മൊത്തം ചെലവ് 28,867 കോടി രൂപ കവിയും. ഇന്ത്യയിലെ 3ാമത്തെ ഏറ്റവും നീളം കൂടിയ റെയിൽവേ ടണൽ നിർമ്മിക്കുന്നതും ഇതിൽ ഉൾപ്പെടുന്നു. ഈ കൂട്ടത്തിൽ നമ്മൾ പുതിയതായി തീർക്കേണ്ട നമ്മുടെ ബാധ്യത 1 റെയിൽവേ കണക്ടിവിറ്റിയും 2 റോഡ് കണക്ടിവിറ്റിയാണ്. റെയിൽവേ കണക്ടിവിറ്റി 10.72 കിലോമീറ്ററാണ് നിർദ്ദേശിക്കുന്നതെങ്കിൽ അതിൽ 9.2 കിലോമീറ്റേഴ്സ് തുരങ്കപാതയാണ്. അതിൻ്റെ DPR തയ്യാറാക്കിയിട്ടുള്ളത് എല്ലാവർക്കും അറിയാവുന്നതുപോലെ കൊങ്കൺ റെയിൽവേയാണ്. ആ DPRന് കേന്ദ്ര റെയിൽവേ മന്ത്രാലയത്തിൻ്റെ അംഗീകാരം കിട്ടി. 2ാമത് പരിസ്ഥിതി മന്ത്രാലയത്തിൻ്റെ അനുമതിക്ക് വേണ്ടി നമ്മൾ കൊടുത്തു, അത് അംഗീകാരമായി. 3 കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയത്തിൻ്റെയും സാമൂഹ്യാഘാത പഠനത്തിൻ്റെയും റിപ്പോർട്ടുകൾ അയച്ചതിൻ്റെ അനുമതിയായി. ഇപ്പോൾ 2025 മാർച്ച് 10 നമുക്കതിന് അംഗീകാരം കിട്ടിക്കൊണ്ടുള്ള ഉത്തരവ് കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്ന രൂപത്തിലാണ് നമ്മൾ ആലോചിച്ചിട്ടുള്ളത്. അതോടൊപ്പം റെയിൽവേ കണക്ടിവിറ്റി, ആ റെയിൽവേ കണക്ടിവിറ്റിക്ക് ആവശ്യമായി പോലെ തന്നെ റോഡ് കണക്ടിവിറ്റിക്ക് നമുക്ക് ആവശ്യമായി വരുന്നൊരു താൽക്കാലിക റോഡ് സംവിധാനം നമ്മളിപ്പോൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിപ്പോൾ ഉടനെ കമ്മീഷൻ ചെയ്യാം. അതേസമയത്ത് പെർമനൻ്റായി ഓവർലീഫ് ഇവിടെ ഉണ്ടായി നമുക്ക് NHുമായി കണക്ട് ചെയ്യുന്ന പുതിയ റോഡ് കണക്ടിവിറ്റി സംവിധാനത്തിന്
ചീഫ് സെക്രട്ടറി അധ്യക്ഷനായ ഒരു കമ്മിറ്റി രൂപീകരിച്ച് അതിൻ്റെ NHAയുമായി സംസാരിച്ച് ധാരണയിലെത്താൻ വേണ്ടി തീരുമാനമെടുത്ത് ഏതാണ്ട് ഇൻ പ്രിൻസിപ്പൽ അത് അംഗീകരിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. അതിൻ്റെ ഭൂമി ഏറ്റെടുക്കൽ പ്രക്രിയ നടന്നുകൊണ്ടിരിക്കുന്നു. അതേപോലെ തന്നെ റെയിൽവേയുടെയും ആ രൂപത്തിൽ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. രാജ്യത്തെ ആദ്യ ആഴക്കടൽ ട്രാൻസ്ഷിപ്മെന്റ് ടെർമിനലായ വിഴിഞ്ഞം തുറമുഖ പദ്ധതി ഔദ്യോഗികമായി കമ്മീഷൻ ചെയ്യുന്നതോടെ തലസ്ഥാന നഗരത്തിന്റെ മുഖച്ഛായ തന്നെ മാറും. ഷിപ്പിംഗ് ഏജന്റുമാർ, ലോജിസ്റ്റിക്സ്, ട്രാൻസ്പോർട്ടേഷൻ സർവീസുകൾ, ഗോഡൌണുകൾ, കപ്പൽ മെയിൻ്റനൻസ്, കുടിവെള്ള പദ്ധതികൾ, വൈദ്യുതി വിതരണം, ഗതാഗതം, താമസ സൗകര്യം, ഹോട്ടൽ ടൂറിസം, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, പരിശീലന കേന്ദ്രങ്ങൾ തുടങ്ങിയവയൊക്കെ അനുബന്ധമായി വരും. ഇതിലൂടെ സർക്കാരിന് നികുതി വരുമാനവും നിരവധി പേർക്ക് തൊഴിലവസരങ്ങളും ലഭിക്കും. തുറമുഖത്തിന് ആവശ്യമായ സേവന മേഖലയിലെ നിരവധി പ്രവർത്തികൾ ആവശ്യമായി വരുന്നതിനാൽ തിരുവനന്തപുരത്തിന്റെ സമ്പദ്ഘടനയ്ക്കും ഇത് ഗുണകരമാകുമെന്നാണ് വിലയിരുത്തൽ. മറ്റൊന്ന്, ഈ കാലഘട്ടത്തിൽ നമ്മൾ അടുത്ത ഘട്ടങ്ങളിലേക്കുള്ള എഗ്രിമെൻ്റ് കൂടി ഉണ്ടാക്കി. അതിന് കാലതാമസം വരേണ്ടതില്ല എന്നുള്ള രൂപത്തിൽ അദാനിയുമായി സംസാരിച്ച് നമ്മൾ 2, 3, 4 ഘട്ടം കൂടി 2028 പൂർത്തീകരിച്ച് വിഴിഞ്ഞം ഇൻ്റർനാഷണൽ സീപോർട്ട് അതിൻ്റെ പൂർണ്ണ അർത്ഥത്തിലും ലക്ഷ്യത്തിലും വ്യാപ്തിയിലും എത്തിക്കാൻ കഴിയുന്ന തരത്തിലേക്ക് പുതിയ എഗ്രിമെൻ്റ് ഉണ്ടാക്കി. ആ എഗ്രിമെൻറ്റിൽ പുതിയതായി ഉണ്ടായ ഗുണം, നമുക്ക് മുമ്പ് പറഞ്ഞിരുന്നത് ഇതെല്ലാം തീർന്നു കഴിഞ്ഞ് 1ാം ഘട്ടത്തിൻ്റെ വെച്ച് 15 വർഷത്തിന് ശേഷം നമുക്ക് വിഹിതം പറഞ്ഞിരുന്നിടത്ത് നമുക്കിപ്പോൾ 2034 മുതൽ ഈ 4 ഘട്ടവും പൂർത്തീകരിച്ചു വരുന്ന ആകെ വരുമാനത്തിൻ്റെ അംശം കിട്ടിത്തുടങ്ങും എന്നുള്ളതാണ് പുതിയ നമ്മളുണ്ടാക്കിയ കരാറിൻ്റെ മേന്മ. അതാണ് എടുത്തു പറയുന്നത്. 2034 മുതൽ അത് വരുമാനം വന്നു തുടങ്ങും. അപ്പോൾ പഴയതിനേക്കാൾ കൂടുതൽ നമുക്ക് വേഗത്തിൽ പോർട്ട് തീരുകയും ചെയ്യുന്നു, ഒപ്പം വരുമാനം നമുക്ക് നേരത്തെ കിട്ടുകയും ചെയ്യുന്നു എന്ന രൂപത്തിൽ പുതിയ കരാർ നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞു. അതൊരു നേട്ടമാണ്. മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനിയുടെ ലോകത്തെ ഏറ്റവും വലിയ മദർഷിപ്പുകൾ ഉൾപ്പെടെ 265 കപ്പലുകൾ കൈകാര്യം ചെയ്തതാകട്ടെ 5.5 ലക്ഷം TEU കണ്ടെയ്നറുകൾ. വരുമാനമായി തുറമുഖത്തിന് ഇതിനോടകം ലഭിച്ചത് 250-ലേറെ കോടി രൂപ. ഇതിന്റെ 18% GST ഇനത്തിൽ നികുതി വരുമാനമായി സംസ്ഥാന സർക്കാരിന്. കമ്മീഷനിങ്ങിന് മുൻപേയുള്ള ഈ ചരിത്ര നേട്ടമാണ് വിഴിഞ്ഞത്തെ കാത്തിരിക്കുന്നത് വൻ വികസന കുതിപ്പാണെന്നതിന് സാക്ഷ്യപത്രമായി മാറുന്നതും. കേരളം, മുമ്പ് ഞാൻ സൂചിപ്പിച്ചു, കേരളം വളരുന്നു പശ്ചിമഘട്ടങ്ങളെ കയറിയും കടന്നു നാം അന്യമാൻ ദേശങ്ങളിൽ പാലാ നാരായണൻ നായരുടെ മനോഹരമായ ഒരു കവിതയാണ്. അപ്പോൾ കേരളം ആ രൂപത്തിൽ ഇന്ത്യ വഴി, അല്ലെങ്കിൽ കേരളം വഴി ഇന്ത്യ ലോകത്തിൻ്റെ നെറുകയിലേക്ക് എത്തുന്ന അസുലഭമായ സന്ദർഭത്തിലേക്ക് കടക്കുകയാണ്. രാജ്യാന്തര കപ്പൽ ചാലിനോട് ചേർന്ന് കിടക്കുന്ന രാജ്യത്തെ ഏക തുറമുഖമാണ് വിഴിഞ്ഞം. ആഗോള സമുദ്ര വ്യാപാരത്തിൽ തുറമുഖത്തിന്റെ തന്ത്രപരമായ പ്രാധാന്യം അടിവരയിടുന്നതും ഈ പ്രത്യേകത തന്നെ. കാലം മാറി മറിയുമ്പോഴും വിഴിഞ്ഞത്ത് ചരിത്രം ആവർത്തിക്കപ്പെടുന്നതിന് കാലം തന്നെ സാക്ഷി. നമസ്കാരം.